ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിൻ്റെ ബാക്കി പോർഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് എന്താണ്? ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും നടത്തിയ ഏത് യുദ്ധം? കർണാട്ടിക് യുദ്ധത്തിൽ ആരാണ് അന്തിമ വിജയം കണ്ടത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അന്തിമ വിജയം കണ്ടത്. ഇനി അവർ എങ്ങനെയാണ് അധികാരം നേടിയെടുത്തത് എന്നുള്ളതാണ് അടുത്ത പോർഷൻ. ദ കമ്പനി ഗെയിൻസ് പവർ, അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിലേക്ക്. ആഫ്റ്റർ ഗെയിനിങ് ദ മോണോപ്പൊളി ഓഫ് ട്രേഡ്, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോക്കസ്ഡ് ഓൺ ദ അക്വിസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വാണിജ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം എന്തായിരുന്നു? അധികാരം നേടുക എന്നുള്ളതായിരുന്നു. ദ കമ്പനി റൂൾ ഇൻ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഇൻ ബംഗാൾ, അതായത് അവർ ബംഗാളിലായിരുന്നു ആദ്യമായിട്ട് അധികാരം നേടിയത്. എന്താണ് പറഞ്ഞത്? ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയെടുത്തത്. അഗ്രികൾച്ചറൽ പ്രോസ്പെരിറ്റി ആൻഡ് ദ കൺവീനിയൻറ്റ് ട്രേഡ് ഫെസിലിറ്റി പ്രോംപ്റ്റഡ് ദ കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ, അതായത് ബംഗാളിൻ്റെ സവിശേഷതയാണ് പറയുന്നത്. കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ് ബംഗാളിൽ അധികാരം നേടാൻ ഏത് കമ്പനിയെ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? വാണിജ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? അധികാരം നേടുക എന്നുള്ളതായിരുന്നു. ബംഗാളായിരുന്നു അവർ ആദ്യമായിട്ട് അധികാരം നേടിയെടുത്തത്. അതുപോലെ തന്നെ ബംഗാളെന്ന് പറയുന്നത് കാർഷിക സമൃദ്ധിക്കും വാണിജ്യ സൗകര്യത്തിനുമൊക്കെ പറ്റുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഏത്? ബംഗാൾ. ഇതൊക്കെ കൊണ്ടാണ് അവർ അധികാരം നേടിയെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. ഓക്കെ, അടുത്ത് നോക്കിക്കോ. അടുത്തതെന്ന് പറയുന്നത് ദ ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജ് ഉദ് ദൗള ദ നവാബ് ഓഫ് ബംഗാൾ ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757, അതായത് 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. അപ്പോൾ പ്ലാസി യുദ്ധം എന്നാണ്? 1757. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. The entire Bengal came under the company rule with its success in the Battle of Buxar in 1764. 1764 ബാക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ പൂർണ്ണ അധികാരത്തിലായി എന്ന് തന്നെ പറയാം. അപ്പം ആദ്യത്തെ യുദ്ധം ഏതായിരുന്നു? ബംഗാൾ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ യുദ്ധം എന്ന് പറയുന്നത് 1764 ബക്സാർ യുദ്ധമായിരുന്നു. ഈ രണ്ട് യുദ്ധത്തിലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായി മാറി. അപ്പം എങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരത്തിൽ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായോ? ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാണിജ്യ ആധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ചു. പിന്നീട് അവർക്ക് അധികാരം നേടണമെന്നുള്ള ലക്ഷ്യമായി മാറി. ബംഗാളായിരുന്നു ആദ്യമായിട്ട് അധികാരം നേടിയത്. ബംഗാളിൽ എന്ന് പറയുന്ന അതിൻ്റെ പ്രത്യേകത കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളും ഏറെ ഉള്ളത് ബംഗാളിലാണ്. ഈ കാരണത്താൽ അധികാരം നേടാൻ കമ്പനിയെ പ്രേരിപ്പിച്ചു. പിന്നെ 1757 ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗലയെ പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. 1764 ബക്സാർ യുദ്ധവും വിജയിച്ചതോടെ ബംഗാൾ കമ്പനിയുടെ കീഴിലായിട്ട് മാറി. അപ്പം ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം നേടിയത്. അടുത്ത ഒന്നുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്
happened mainly in the Carnatic region, which includes the major regions of the present Tamil Nadu. So these battles were known as the Carnatic Wars. അതായത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാട്ടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങളെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നടത്തിയ യുദ്ധം എവിടെ വെച്ചായിരുന്നു? തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകളിൽ ഉൾപ്പെട്ട കർണാട്ടിക് പ്രദേശങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിന് എന്ത് പേരറിയപ്പെട്ടു? കർണാട്ടിക് യുദ്ധങ്ങളെന്ന പേരിൽ ആ യുദ്ധം അറിയപ്പെട്ടു. അടുത്ത നമ്മളിപ്പം പറഞ്ഞ പ്ലാസി യുദ്ധത്തെ പറ്റിയും ബക്സാർ യുദ്ധത്തെ പറ്റിയും ഒരു ചെറിയ വിവരണമാണ്. അതും കൂടെ നമുക്ക് നോക്കാം. ദ പ്ലാസി ആൻഡ് ദ ബക്സാർ. ദ ബ്രിട്ടീഷ് could succeed the battle of Plassey through the secret alliance in which Robert Clive, the commander-in-chief of the British army, forged with Mir Jafar, the commander-in-chief of സിറാജ് ഉദ് ദൗല. അപ്പം എന്താണ്? സിറാജ് ഉദ് ദൗലയുടെ സൈനാധിപതിയായിരുന്ന മിർ ജാഫറുമായി ബ്രിട്ടീഷ് സൈനാധിപതിയായിരുന്ന റോബർട്ട് ക്ലൈവ് ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് ഇംഗ്ലീഷുകാർ പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചത്. എന്താണ്? സിറാജ് ഉദ് ദൗലയുടെ സൈനാധിപതിയായിരുന്നു മിർ ജാഫർ. അപ്പോൾ ഈ മിർ ജാഫറുമായിട്ട് ഒരു രഹസ്യബന്ധം സ്ഥാപിച്ചു? ബ്രിട്ടീഷ് സൈനാധിപതിയായിരുന്ന റോബർട്ട് ക്ലൈവ് സ്ഥാപിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ പ്ലാസി യുദ്ധത്തിൽ വിജയിക്കുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധികാരം സ്ഥാപിച്ചെന്ന് പറഞ്ഞു. ഈ അധികാരം വ്യാപിച്ചു എന്നുള്ളതാണ് അടുത്ത പോർഷൻ. അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ദ റീജിയൻ എക്സ്പാൻഡ്, അതായത് ആധിപത്യം വ്യാപിക്കുന്നു. ദ റെയിൻ എക്സ്പാൻഡ്. മൈസൂർ വാസ് അനദർ റീജിയൻ ദാറ്റ് വാസ് സബ്ജുഡിക്കേറ്റ് ബൈ ദ ബ്രിട്ടീഷ്. അതായത് മൈസൂർ ആയിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ആദ്യം നമ്മൾ ബംഗാളിനെ പറ്റി പറഞ്ഞു, അടുത്തത് മൈസൂറാണ്. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യമായിരുന്നു ഏത്? മൈസൂർ. ഇറ്റ് ബിക്കം ദ ഡൊമിനിയൻ്റ് പവർ ഇൻ ദ റീജിയൻ ഡ്യൂറിങ് ദ റീൻ ഓഫ് ഹൈദരലി ആൻഡ് ടിപ്പു സുൽത്താൻ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായിട്ട് മാറി. അപ്പോൾ എന്താണ്? മൈസൂറായിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യങ്ങളിലൊന്നാണ് ഈ മൈസൂർ. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ മൈസൂർ ഒരു പ്രബല ശക്തിയായിട്ട് മാറിയിരുന്നു. അടുത്തത് പറയുന്നത് their domination extended even to the areas like മലബാർ. അതായത് മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചിരുന്നു. ദിസ് ഇൻ്ററപ്റ്റഡ് ദ ട്രേഡ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ റീജിയൻ. അതായത് എന്താണ്? ഇത് ബ്രിട്ടീഷുകാരുടെ മലബാറിലേക്ക് കച്ചവടത്തിന് തടസ്സമായി. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ മൈസൂർ കൂടുതൽ ശക്തമായി. മൈസൂരിൻ്റെ ആധിപത്യം അതോടെ മലബാറിലേക്ക് വ്യാപിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് ഇത് തടസ്സമായിട്ട് മാറി. അടുത്തത് ദ ഫ്രണ്ട്ലി റിലേഷൻസ് ദാറ്റ് ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻഡ് വിത്ത് ദ ഫ്രഞ്ച് ആൾസോ ആഡഡ് ഫ്യൂവൽ ടു ദ ആനിമോസിറ്റി ഓഫ് ദ ബ്രിട്ടീഷ്. അതായത് എന്താണ് പറയുന്നത്? നമ്മുടെ ഈ ബ്രിട്ടീഷുകാർക്ക് മലബാറിലെ കച്ചവടത്തിന് ഇവർ ആരാണ്? മൈസൂരിലെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചതോടെ ബ്രിട്ടീഷുകാരും മലബാറിലെ കച്ചവടത്തിന് തടസ്സമായെന്ന് പറഞ്ഞു. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ച രണ്ട് ഘടകമാണ്. ഒന്നെന്ന് പറയുന്നത് ഏതായിരുന്നു? മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ചു. അതോടെ ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് ഇത് തടസ്സമായി മാറി. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും
മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ദിസ് മെയ്ഡ് ദം കോൺക്യൂർ മൈസൂർ. ടിപ്പു ഫോർട്ട് ബ്രേവ്ലി വിത്ത് ദ ബ്രിട്ടീഷ് ആൻഡ് ഡൈഡ് ഫൈറ്റിംഗ് ഇൻ ദ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിൽ മരണം വരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായിട്ട് പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് മരണപ്പെട്ടത്. അടുത്തത്, വിത്ത് ദ സക്സസ് ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ മൈസൂർ വാർ, മലബാർ ആൻഡ് കൂർക്ക് കെയിം അണ്ടർ ദ ബ്രിട്ടീഷ് റീജിയൻ. അതായത് മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർക്ക് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായിട്ട് മാറി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്രിട്ടീഷ് ആധിപത്യം എങ്ങനെ വ്യാപിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ്. മൈസൂരായിരുന്നു ബ്രിട്ടീഷ് അധീനതയിലായ മറ്റൊരു പ്രദേശം. ദക്ഷിണേന്ത്യയിലെ പ്രധാന നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്നു ഈ മൈസൂർ. പിന്നെ ഹൈദരലിയുടെയും പിന്നെ ടിപ്പു സുൽത്താൻ്റെ നേതൃത്വത്തിൽ മൈസൂർ പ്രബല ശക്തിയായിരുന്നു. മൈസൂരിൻ്റെ ആധിപത്യം അവർ മലബാറിലേക്ക് വ്യാപിച്ചു. ഇത് ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് തടസ്സമായിട്ട് മാറി. അതായത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സമായിട്ട് മാറി. ഫ്രഞ്ചുകാരുമായി ടിപ്പു സുൽത്താനുണ്ടായ സൗഹൃദവും മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച 2ാമത്തെ ഘടകമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ ടിപ്പു സുൽത്താൻ 4ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് മരണമടഞ്ഞത്. മൈസൂർ യുദ്ധങ്ങളിലൂടെ മലബാർ, കൂർക്ക് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനതയിലായിട്ട് മാറി. അടുത്തത്, എന്താണ് ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് നോക്കാം. അല്ലെങ്കിൽ ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണ. The British had to fight 4 wars before establishing their suzerainty in Mysore. അതായത് മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. The British annexed Malabar as per the Srirangapattanam Treaty signed between Tipu and the British after the Third Anglo-Mysore War. അതായത് 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അതാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് പറയുന്നത്. ഇപ്പം എന്താണ്, മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് 4 യുദ്ധങ്ങൾ നടത്തേണ്ടതായിട്ട് വന്നു. 3ാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി. അതനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഈ ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് പറയുന്ന എക്സാമിന് ചോദിക്കത്തില്ല. എന്നാലും എന്താണ് ശ്രീരംഗപട്ടണ ഉടമ്പടി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ്, മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ 4 യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. 3ാമത്തെ മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഉടമ്പടി വെച്ചു. അതനുസരിച്ച് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഓക്കെ.